ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ഓഫ് ഡിസ്കഷൻ. അതായത് അമ്മമാര് സ്ഥിരമായി ഒ പിയിൽ വന്ന് ചോദിക്കുന്നത്, മക്കൾക്ക് എന്ത് ഭക്ഷണം കൊടുക്കേണ്ടത് ഡോക്ടറെ കണ്ണിന്റെ ആരോഗ്യം കൂട്ടാനായിട്ട്. അതുപോലെ തന്നെ പ്രായമായ അച്ഛന്മാരെയും കൊണ്ട് മക്കൾ വരുമ്പോൾ ചോദിക്കുന്നത്, അച്ഛൻ എന്ത് കൊടുക്കാൻ പറ്റും കുറച്ചുകൂടെ കണ്ണിന് എനർജി കിട്ടാനായിട്ട്, അല്ലെങ്കിൽ കണ്ണ് സുരക്ഷിതമായി ഇരിക്കാനായിട്ട്. അപ്പോൾ സ്പെസിഫിക്കലി എല്ലാവരും സ്ഥിരമായി കേട്ടിട്ടുണ്ട് വൈറ്റമിൻ എ എന്നുള്ളത്, അല്ലെ? കണ്ണിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വൈറ്റമിൻ എ എന്നാണ് പണ്ട് മുതലേ എല്ലാവരും പറഞ്ഞു വരുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിയാണ്, വൈറ്റമിൻ എ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അത് ഡയറക്റ്റ്ലി കണ്ണിൻ്റെ റെറ്റിനയിൽ ചെന്നിട്ട് കണ്ണിൻ്റെ കാണാനായിട്ടുള്ള ഫങ്ഷൻസിൽ ഡയറക്റ്റ് ഇൻവോൾവ്മെൻറ്റ് വൈറ്റമിൻ എക്ക് ഉണ്ട്, ഇല്ല എന്നുള്ളതല്ല. പക്ഷേ നമ്മൾ വൈറ്റമിൻ എ കിട്ടാനായിട്ട് എന്ത് കഴിക്കും? ക്യാരറ്റ് കഴിക്കണമെന്ന് കൊച്ചിലെ മുതലേ തന്നെ അമ്മമാരും അമ്മൂമ്മമാരും എല്ലാവരും നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്, അല്ലേ? പക്ഷേ ഈ ക്യാരറ്റിൻ്റെ വൈറ്റമിൻ എ എങ്ങനെയാണ് ഭക്ഷണത്തിൽ നിന്ന് നമ്മളുടെ ഇൻഡസ്റ്റൈനിൽ ചെന്ന് അബ്സോർബ് ചെയ്ത് അത് കണ്ണിൽ എത്താൻ മാത്രം ഉണ്ടോ? ഇനി വൈറ്റമിൻ എ മാത്രം കഴിച്ചാൽ മതിയോ? ഇതൊക്കെ ക്വസ്റ്റ്യനബിൾ ആണ്. വൈറ്റമിൻ എ മാത്രമല്ല കണ്ണിനെ സംരക്ഷിക്കുന്നത്. ജനറൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് എല്ലാ അച്ഛനമ്മമാരോടും അല്ലെങ്കിൽ എല്ലാ കുഞ്ഞുമക്കൾക്കും കൊടുക്കാനായിട്ട് ഞാൻ പറയുന്നത്. വൈറ്റമിൻ എ മാത്രമല്ല, ജനറലായിട്ട് ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയ നല്ല രീതിയിലുള്ള ഭക്ഷണ രീതി പിന്തുടരുക. അത് നമ്മൾ പണ്ട് മുതലേ ഈ ദോശയും കൊടുത്ത് ചോറും കൊടുത്ത് പിള്ളേരെ വളർത്തുന്ന പോലെ അല്ല. ഇലക്കറികൾ, പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ, സ്പെസിഫിക്കലി സപ്ലിമെന്റ്സ് എടുക്കുന്നത്, ഇതെല്ലാം ഇതിനകത്ത് ഇൻവോൾവ് ആണ്. ഇനി വൈറ്റമിൻ എ കാഴ്ചയ്ക്ക്, അതായത് എസ്പെഷ്യലി നൈറ്റ് വിഷൻ്റെ കാഴ്ചയ്ക്ക് സഹായിക്കുന്നുണ്ടെങ്കിൽ, അതേപോലെ കണ്ണീരിൻ്റെ ഗുണം നിലനിർത്താൻ സഹായിക്കുന്നുണ്ടെങ്കിൽ, കൃഷ്ണമണിയുടെയും നമ്മളുടെ കൺജങ്ക്ടൈവ എന്ന് പറയുന്ന വെള്ള പോഷൻ്റെയും ഒക്കെ തൊലിയുടെ ആ ഒരു പ്രതലത്തെ നിയന്ത്രിക്കുന്നതിൽ സഹായിക്കുന്നുണ്ടെങ്കിൽ, വേറെ ഫങ്ഷൻസ് ആണ് വൈറ്റമിൻ ബി ചെയ്യുന്നത്, വൈറ്റമിൻ ഇ ചെയ്യുന്നത്, വൈറ്റമിൻ ഡി ചെയ്യുന്നത്. ഇപ്പോൾ വൈറ്റമിൻ ഡി കുറവാണെന്നിരിക്കട്ടെ, അലർജി ആയിട്ടായിരിക്കും പേഷ്യൻ്റ് വരുന്നത്, അല്ലെങ്കിൽ ആ കുഞ്ഞ് ഫുള്ള് കണ്ണ് ചൊറിഞ്ഞുകൊണ്ടായിരിക്കും വരുന്നത്, ഫുൾ ടൈം ചൊറിച്ചില്ല. ആ വൈറ്റമിൻ ഡിയുടെ ഇമ്മ്യൂണിറ്റി കുറവാണ് അവിടെ കാണിക്കുന്നത്. അലർജീനെ ഡീൽ ചെയ്യാനായിട്ട് നമുക്ക് ചിലപ്പോൾ വൈറ്റമിൻ ഇ കൊടുക്കേണ്ടി വന്നേക്കാം, വൈറ്റമിൻ ഡി കൊടുക്കേണ്ടി വന്നേക്കാം. ഇനി നെർവ് കണ്ടക്ഷൻ പ്രോപ്പറായിട്ട് നടക്കാനായിട്ട് വൈറ്റമിൻ B12 ആണ് കൂടുതൽ വേണ്ടത്. അപ്പം കണ്ണിന് വേണ്ടിയിട്ടെന്നും പറഞ്ഞിട്ടൊരു സ്പെസിഫിക് വൈറ്റമിൻ ഇല്ല. ജനറൽ ബോഡിയുടെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുക. ദ ഓവറോൾ ഓർഗൻസ് വിൽ ഫങ്ഷൻ വെരി വെൽ.